CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഔപചാരികമായ തുടക്കം. സമ്മേളന നഗരിയായ കൊല്ലം ആശ്രാം മൈതാനത്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പതാക ഉയർത്തി. നവകേരള രേഖ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാകും സമ്മേളനം നിയന്ത്രിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആശ്രാം മൈതാനത്ത് നിന്ന് R. ശ്രീജിത്ത് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചിട്ടയ്ക്ക് മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? CPIM സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കമായിരിക്കുകയാണ്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈകുന്നേരം 6 മണിയോടെ ആശ്രാമം മൈതാനിയിൽ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മന്ത്രി KN ബാലഗോപാലാണ് പതാക ഉയർത്തിയത്. നാളെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് കൊല്ലം ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന നഗറിലാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. AK ബാലന് തന്നെ നേതൃത്വത്തിലുള്ള പ്രസിഡിയമായിരിക്കും സമ്മേളന നടപടികൾ നിയന്ത്രിക്കുക. ഇതോടൊപ്പം തന്നെ പ്രമേയത്തിന്റെ ചുമതല ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കാണ്. നാളെ തന്നെ റിപ്പോർട്ട് അവതരണവും നവകേരള രേഖയുടെ അവതരണവും ഉണ്ടാകും. ഉച്ചവരെ ഉദ്ഘാടന സെഷനാണ്. ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കുന്നത്. അതായത് നവകേരള കാഴ്ചപ്പാട് സംബന്ധിച്ച രേഖ എറണാകുളത്ത് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ പുരോഗതി, അത് എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കി, അതിന്റെ വിശകലനങ്ങളും ഇനി എങ്ങോട്ടാണ് കേരളത്തെ നയിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും അടങ്ങുന്നതായിരിക്കും ഈ രേഖ. ആ രേഖയിന്മേലുള്ള പ്രത്യേക ചർച്ചയ്ക്കായി ഒരു ദിവസം നീക്കിവച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച. അതിനടുത്ത ദിവസമാണ് നവകേരള രേഖയിന്മേലുള്ള ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുമെന്നും ഇപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ധാരണയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.